ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ഞാനീ പറയുന്ന ഒരു വരി അത്ഭുതമായ താളിയോല രഹസ്യ മന്ത്രമാണ്, ശിവമന്ത്രമാണ്. ഒറ്റ വരിയേ ഉള്ളൂ, ആരും പറഞ്ഞു തരാത്ത ഒരു മന്ത്രമാണ്. നിങ്ങൾ കേൾക്കും മനസ്സിലാകും, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്തൊരു മന്ത്രമാണ്. ആ മന്ത്രം പ്രയോഗിക്കേണ്ട രീതിയുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ നിങ്ങളുടെ ആഗ്രഹം എന്തുമായിക്കോട്ടെ, ആ ആഗ്രഹം ഉറപ്പായും ഭഗവാൻ സാധിച്ചു തരും. അത് ഭഗവാനുള്ള പൂർണ്ണമായ ഭക്തിയും സത്യസന്ധമായുള്ള ഭക്തിയും നിങ്ങളുടെ ഭഗവാനിൽ സമർപ്പിച്ചുള്ള പ്രവൃത്തിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ്, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളതാണ്. ഇത് ഞാൻ ആ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്, ഇതാരും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവർ അതിൻ്റെ രീതി പറയുന്നുണ്ട്. ഇത് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്, ശിവഭഗവാന്റെ. അങ്ങനെയുള്ളവർക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. മഹാപുണ്യം, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ജപം ചെയ്തിട്ടുള്ളത് ശിവസഹസ്രനാമമാണ്, പിന്നെ സൗന്ദര്യലഹരിയാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഞാൻ ജപം ചെയ്തിട്ടുള്ളത്. അപ്പം ആ മനസ്സുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഒരിക്കലും വെറുതെ ആകത്തില്ല. നിങ്ങളത് ശരിയായിട്ട് ഭക്തിയോടെ, പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം, നന്മ ഉണ്ടാകണം. നമ്മളിൽ എപ്പോഴും ഈശ്വരബോധം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയും ശുദ്ധമായിരിക്കണം. മനസ്സിൽ നിങ്ങളുടെ നിരാശയെല്ലാം ആദ്യം എടുത്ത് കളയണം. ഈ നിരാശ, അതുപോലെ ഉത്കണ്ഠ, അതുപോലെ അസൂയ, വെറുപ്പ്, ഭയം, ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം അങ്ങ് മറന്നേക്കുക. ഈ മന്ത്രം മാത്രം മനസ്സിൽ, എന്ന് വെച്ചാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ മന്ത്രം മാത്രം മനസ്സിൽ അങ്ങനെ ജപിക്കുന്നവർക്ക് പിന്നെ നിങ്ങളുടെ നല്ല ചിന്തകളായിരിക്കണം, നല്ല പ്രവൃത്തിയായിരിക്കണം. ഇതൊക്കെ ആണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഭഗവാൻ എല്ലാം നൽകും, എന്താഗ്രഹം സാധിച്ചു വരും എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്തോഷം ഉണ്ടായതിന് കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയുടെ വ്യൂസ് കുറഞ്ഞു വരുന്നതുകൊണ്ടല്ല സന്തോഷം, വീഡിയോയുടെ വ്യൂസ് എല്ലാം കുറഞ്ഞു വരികയാണ്. പക്ഷെ അതിൻ്റെ ഞാനത് കണക്കാക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നല്ല കാര്യങ്ങൾ ഇടും തോറും വ്യൂസ് കുറഞ്ഞു വരും. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പം കൂടി വരും. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. നമ്മൾ ശിവനെ ഉപാസിക്കുന്നതാണ്. ഓരോ ശാസ്ത്രത്തിലും ശിവനാമം ജപിക്കുക. നമ്മൾ സത്യസന്ധമായിട്ട് പറയാൻ ആവശ്യമുള്ളവർ കാണുക, അത്രയേ ഉള്ളൂ. സന്തോഷമുള്ള എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിന്ന് തേവരനട മഹാദേവ ക്ഷേത്രത്തിൽ പോയി. പുത്തങ്കാവമ്പലത്തിന് തൊട്ടടുത്താണ്. അപ്പം പുത്തങ്കാവിലുമേ കണ്ടു തൊഴുത്, അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പുത്തങ്കാവിലുമേ കണ്ടു തൊഴുത് അമ്മയോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ് തേവരനട മഹാദേവ ക്ഷേത്രത്തിൽ പോയി. തൊട്ടടുത്ത് തന്നെ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അവിടെ ചെന്ന് ഭഗവാനെ ഞാൻ തൊഴുതു. ഭഗവാന് എൻ്റെതായ ചില സമർപ്പണങ്ങൾ ചെയ്തു. പിന്നെ ഞാനവിടെ സപ്താഹം, ഈ 2026 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 11 വരെ സപ്താഹമുണ്ട്. അതിനുവേണ്ടി എൻ്റെ വകയായിട്ടൊരു ചെറിയൊരു സംഭാവന നടത്തി. ഭഗവാന് എനിക്ക് ചെയ്യാവുന്ന സമർപ്പണങ്ങൾ ചെയ്തു. അത്രയും ചെയ്തിട്ട് പിന്നെ നന്ദീശ്വരനെ വണങ്ങി. അവിടെ അയ്യപ്പനുണ്ട്, അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് ശരണം വിളിച്ചു. മുരുകനുണ്ട്, മുരുകന് കർപ്പൂരം വെച്ചു. ഭഗവാൻ കൃഷ്ണനുണ്ട്, ഭഗവാനും കർപ്പൂരം വെച്ചു. അങ്ങനെ പിന്നെ ശിവഭഗവാന് കൂളത്തുമാല, നെയ്യൊക്കെ സമർപ്പിച്ചു. എല്ലാം അവിടെ ശിവനും പാർവതിയും ഉണ്ട്, ശിവ കുടുംബമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക അവിടെ 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 ചില പ്രത്യേക ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ള സ്ഥലമാണ്, അനുഗ്രഹമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം അത് എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ പോയി ഞാനൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് അവിടെ പോയത്. അനുഭവം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അവിടെ ശിവസാന്നിധ്യത്തിൻ്റെ, ആ ശിവഭഗവാന്റെ കരുണയുടെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനത് പിന്നെ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോയത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് പോവുക. പുത്തങ്കാവമ്പലത്തിൽ തൊഴിച്ചിട്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ശിവപാർവതിയെ കുടുംബമാണ്. അവിടെ ഭഗവാൻ ഉണ്ട്, അത്ര തന്നെ. ഭഗവാനും അമ്മയും ഉണ്ട്. അത് എനിക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഭഗവാൻ പ്രത്യക്ഷത്തിലാണ്, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ അനുഭവം വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ആദ്യം പറയുകയാണ്, അത് കഴിഞ്ഞ് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആ ശിവമന്ത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരത്തില്ല, പറ്റുന്നവർക്ക്, ശ്രദ്ധയിൽപ്പെടുന്നവർക്ക്. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതാണ്. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട്, ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ
ശിവന്റെ വഴിയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മള് എല്ലാം ശിവൻ എന്ന് വെച്ചാൽ എല്ലാമാണ് കേട്ടോ. ഇപ്പൊ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനിലെല്ലാം ഉണ്ട്, ശിവനും ഉണ്ട്, ശിവന് കൃഷ്ണനും ഉണ്ട്, എല്ലാം അല്ല, ശിവന് ദേവിയുണ്ട്, ദേവി ശിവനുണ്ട്, എല്ലാം അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ശിവന്റെ വഴിയാണ്. ഈ വഴി സഞ്ചരിക്കുന്നവരെല്ലാം നിങ്ങൾ ഈശ്വരനെ അറിയും. നമ്മുടെ വീഡിയോ കാണുന്നവര് എത്ര സന്തോഷവാന്മാരാണെന്നറിയോ, എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടാകും. നമ്മുടെ ഇവിടെ ഈ ഓഫീസിൽ വരുന്ന ചിലർ എന്ത് സന്തോഷമാണെന്നറിയോ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ നമ്മുടെ ഓഫീസിൽ ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണി തൊട്ട് 1 മണി വരെ എല്ലാ വെള്ളിയാഴ്ച 4 കോടി ഓഫീസിൽ കാണും. പുത്തങ്കാവലത്തിൽ തൊഴുതിട്ട് ഞാനിവിടെ വന്നിരിക്കും. നിങ്ങളും പോയി പുത്തങ്കാവലമേ തൊഴുതിട്ടേ വരാവുള്ളൂ കേട്ടോ. പിന്നെ പറ്റുന്നവർ തേവരനടയൊക്കെ പോയി തൊഴുക, അത് നിങ്ങളുടെ ഇഷ്ടം, നല്ലതാണ്. പിന്നെ ഈ വരുന്നവർ ചിലർ എന്നെടുക്കും, കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇച്ചിരി വരാൻ താമസിക്കും, സമയമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകും. ചിലർ എന്നെടുക്കും, എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, എനിക്ക് വേണ്ടിയല്ല. എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചു നേരമാണെങ്കിലും നിന്ന് നിങ്ങൾ ഈ ഇവിടെ ഇച്ചിരി ഇരുന്നിട്ട് പോവുകയാണെങ്കിൽ, ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ എല്ലാവരും ഉണ്ട്. കാരണം ഞാൻ സത്യസന്ധമായിട്ട് ഒരു ചിന്തയില്ലാതെ ശിവനിൽ ലയിച്ചിരിക്കുന്ന സ്ഥലമായത് ഈ ഓഫീസ്. ഇവിടെ ഇരുന്നാൽ ശിവഭഗവാനുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരുടെ ആർക്കെങ്കിലും തോന്നുന്നത് നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചേക്കാൻ തോന്നിയാൽ നിങ്ങളുടെ ജീവിതം അതോടെ മാറി. നിങ്ങളുടെ ഇതുവരെയുള്ള കാത്തിരിപ്പ് അതോടെ തീർന്നു, നിങ്ങളുടെ തടസ്സങ്ങൾ അതോടെ തീർന്നു, കർമ്മങ്ങൾ ഒരുപാട് മാറിക്കിട്ടും. എനിക്ക് കഴിവല്ല കേട്ടോ, ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശിവനിൽ ലയിച്ചിരിക്കുന്ന സ്ഥലമായത്, ഒരു ചിന്തയില്ലാതെ. ഭഗവാനുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അപ്പൊ അവരുടെ അവർക്ക് കരുണ തോന്നാൻ അവർ തന്നെ വിചാരിക്കണം. എനിക്കറിയില്ല, ഞാൻ പറയാണ്. അങ്ങനെ പല ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ധൃതി വെച്ചങ്ങ് പോകും, അവരുടെ സമയം ആയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അവരുടെ സമയം ആയിട്ടില്ല, അവർക്ക് ഇനിയും കർമ്മങ്ങൾ കുറെ കാണുമെന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ ഇവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, കുടിക്കുന്ന വെള്ളം. അത് കൃഷ്ണന്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നത്, ഭഗവാന്റെ മുന്നിലാണ് വെച്ചിരിക്കുന്നത്. അതിന് മുന്നിൽ നിന്നാണ് ഞാൻ മന്ത്രങ്ങൾ ജപിക്കുന്നത്. അപ്പം ഞാൻ ചിലരോട് പറയും, വെള്ളം വേണേൽ കുടിച്ചോണം. അപ്പം അതിനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. ഒരു അല്പമാണേലും അതൊരു ഒരു 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 ഐശ്വര്യമാണ്. അപ്പം അത് ചിലർക്കൊന്നും നേരിട്ട് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നേരിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോണം, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആവശ്യമുള്ളവർ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, വാട്സപ്പിൽ പറഞ്ഞു, സാറേ മുരുകൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, ഞങ്ങൾ ഓഫീസിൽ വന്ന് സാറിനോട് മേടിച്ചോളാം. അപ്പോൾ സാറിൻ്റെ ഒരു പ്രാർത്ഥന അതിലുണ്ടാകുമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ജീവിതം മാറാൻ സമയമായി എന്നെനിക്ക് മനസ്സിലായി. ശരി, അങ്ങനെ ആയിക്കോട്ടെ, വെള്ളിയാഴ്ചകൾ ഞാൻ കാണുമെന്ന് പറഞ്ഞു ഉച്ചവരെ. അവർ വരും, അത് മലപ്പുറത്തുനിന്ന് അങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അവരുടെ ജീവിതം. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആവശ്യമുള്ളവർ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കോണം. ധൃതിയുള്ളവർ ആ ധൃതി ആയിരിക്കും എന്ന് ജീവിതത്തിൽ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് കരുതി പറഞ്ഞ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു തിരുമേനി, അദ്ദേഹം ഒരു തിരുമേനിയാണ്, അത് ഉഗ്രശക്തിയുള്ളൊരു ദേവീക്ഷേത്രത്തിൽ തിരുമേനിയാണ് കേട്ടോ. അത് എനിക്ക് വലിയ വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ പുത്തങ്കാവല്ല കേട്ടോ, വേറൊരു ക്ഷേത്രമാണ്. അവിടുത്തെ ഒരു തിരുമേനി എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ കണ്ടപ്പം പറഞ്ഞു, വീട്ടിൽ വലിയ കലഹമാണ്, സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മുരുകന് വെള്ളിയാഴ്ചയല്ല ചൊവ്വാഴ്ച വൈകിട്ട് 21 നാരങ്ങ തട്ടത്തിൽ വെച്ചു പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി 6 വലത് വെച്ച് നടക്കി വെക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു. ഇന്നലെ എന്നെ കണ്ടപ്പം പറഞ്ഞു, ആ അത്യാവശ്യ സമയത്ത് 50,000 രൂപയുടെ ചുറ്റി അടിച്ചു. വീട്ടിലെ കലഹങ്ങളൊക്കെ നല്ല മാറ്റമുണ്ട്, വലിയ സന്തോഷം. ഇതൊക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ മതി, കൂടുതലും ചെയ്യേണ്ട, കുറച്ചും ചെയ്യേണ്ട. അതിന് ഈശ്വരൻ നന്ദി, അതറിയാൻ പറ്റുന്നതാണ്. ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാനെല്ലാം പറയുന്നത് കേട്ടോ. എൻ്റെ മനസ്സ് ശിവനും പാർവതിയുമാണ് എൻ്റെ ലോകം, വേറൊന്നുമില്ല, അവർ മാത്രമേ ഉള്ളൂ. പിന്നെ മുരുകന്, അഗസ്ത്യര്, അവരൊക്കെ എപ്പോഴും നമ്മുടെ ഓരോ ശാസ്ത്രത്തിലും ഉണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഓം നർപ്പവി. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന മന്ത്രം വേറെ ആരും ഒരിടത്തും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, ഒരിടത്തും അത് കിട്ടത്തുമില്ല. അതുകൂടെ പറഞ്ഞേക്കാം. ഇനിയും പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാനീ പറഞ്ഞു തരുന്നവരാരും പറഞ്ഞു തരത്തുള്ളൂ. ഇത് ശിവന്റെ മന്ത്രമാണ്. ഇത് പറഞ്ഞു തരുന്ന ഹൃദയശുദ്ധിയോടെയാണ്. ഹൃദയത്തിൽ ഒന്നുമില്ല, ആ ശിവൻ മാത്രമേ ഉള്ളൂ, ശിവനും പാർവതിയും.
ആ മനസ്സോടു കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഈ മന്ത്രം ഇതാണ്: യനമ ശിവ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. യനമ ശിവ. ഈ നമശിവായ തന്നെ പ്രത്യേക രീതിയിൽ തിരിച്ചിട്ട് ഒരുപാട് വിദ്യകളുണ്ട്. അതിലൊന്നാണ് യനമ ശിവ. ഇത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, വലിയൊരു കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. വലിയൊരു കാര്യം ഞാൻ പറയുന്നില്ല, അത് വലിയൊരു കാര്യമാണ്. അത് പലർക്കും അത് വിശ്വസിക്കുന്നവർക്കെല്ലാം പ്രയോജനപ്പെടും. യനമ ശിവ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നടക്കണമെന്ന് വിചാരിച്ച കാര്യം നടന്നു കിട്ടിയ കാര്യമാണ്. യനമ ശിവ. അത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 3 രീതിയിൽ ചെയ്യാം. 3 രീതിയിൽ. കാരണം ഇപ്പോൾ ഒരു രീതിയിൽ ഒരാൾക്ക് പറ്റുമെങ്കിൽ വേറൊരാൾക്ക് ആ രീതി പറ്റണമെന്നില്ല. 3 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നാമത്തെ രീതി, നിങ്ങൾ കിടക്കുന്ന മുറിയിൽ, കിടപ്പ് മുറിയിൽ ഈ മന്ത്രം ഒരു പേപ്പറിൽ എഴുതി അവിടെ ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പേപ്പർ ജസ്റ്റ് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡീപ്പായിട്ടോ ഒന്നും നോക്കരുത്, ജസ്റ്റ് കാണുക, അത്രയേ ഉള്ളൂ. അത് മതി. നിങ്ങളുടെ ജീവിതത്തിൽ ആ മന്ത്രത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ വിദ്യ, ഇത് ചെയ്യാൻ ഇപ്പം കിടപ്പ് മുറി എഴുതി വെക്കാൻ പറ്റാത്തവർ, ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യം പറ്റണമെന്നില്ലല്ലോ, ഒരു ബുക്കിൽ ഈ മന്ത്രം എഴുതുക. എന്നിട്ട് ആ ബുക്ക് ദിവസവും രാവിലെ നിങ്ങളുടെ കിടക്കപ്പായിരുന്നോ അല്ലെ നിങ്ങളുടെ റൂമിൽ ഇരുന്നോ എവിടെയെന്ന് വേണമെങ്കിലും ഒന്ന് തുറന്നു നോക്കുക. ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കുക, അത്രേ ഉള്ളൂ. കൂടുതൽ സമയം നോക്കണ്ട. ഈ ബുക്ക് അടയ്ക്കുക. ഇത് എഴുതുന്നത് നീല മഷി കൊണ്ടോ ഏത് മഷി കൊണ്ട് വേണമെങ്കിലും എഴുതാം, ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. സ്കെച്ച് പേന കൊണ്ട് എഴുതുവാണ് നല്ലത്, ഇച്ചിരി വലുപ്പത്തിൽ കാണാമല്ലോ. അപ്പം എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് മടിയിൽ വെച്ച്, രണ്ടാമത്തെ രീതിയാണ് പറഞ്ഞത്, ഈ യനമ ശിവ എന്ന മന്ത്രം ഒരു ബുക്കിൽ എഴുതിയിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കുക. എന്നിട്ട് ബുക്ക് അങ്ങ് അടയ്ക്കുക. എന്നിട്ട് മടിയിൽ വെച്ച് നിങ്ങളുടെ നെറ്റിയിൽ കണ്ണടച്ച് നെറ്റിയുടെ പുരികത്തിൻ്റെ മധ്യത്തിൽ ശ്രദ്ധ അവിടെ വെച്ച് യനമ ശിവ എന്ന് മനസ്സ് ജപിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നിത്യവും രാവിലെയും വൈകിട്ട് ഇത് തന്നെ ചെയ്യുക. വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉണർന്നു കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ചെയ്ത് കഴിഞ്ഞ് എപ്പം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഒരു ബുക്കിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എഴുതിയത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കണം, ഒരു സെക്കൻഡ്, എന്നിട്ട് അങ്ങ് അടച്ചേക്കണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്നിട്ട് കണ്ണടച്ച് പുരികമധ്യത്തിൽ ഒരു വെള്ളപ്രകാശം പോലെ സങ്കല്പിച്ച് അത് ശിവനും പാർവതിയാണെന്ന് ഉറപ്പിച്ച് മനസ്സിലെ ഈ മന്ത്രം ജപിക്കുക. യനമ ശിവ, യനമ ശിവ, യനമ ശിവ 11 തവണ ജപിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുക. എന്നിട്ട് വെറുതെ അല്പനേരം കുറച്ച് സെക്കൻഡുകൾ ആ ഒരു ചിന്തയില്ലാതെ വെള്ളപ്രകാശം പൊട്ടുപോലെ മതി, ചെറിയ വെള്ളപ്രകാശം, അതിൽ ലയിച്ചിരിക്കുക. ഇത് നിത്യവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കൈയും കാലും മുഖം കഴിയാലെ കുളിച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പും ചെയ്യാം. ആർക്കും ചെയ്യാം, അശുദ്ധിയൊന്നുമില്ല. ഇത് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി, ഈ മന്ത്രം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക. യനമ ശിവ, യനമ ശിവ, യനമ ശിവ. ജപിക്കുമ്പം ഇപ്പം യനമ ശിവ എന്നൊന്ന് ജപിച്ചു, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ജപിക്കാവുള്ളൂ. അടുപ്പിച്ച് ജപിക്കരുത്. ഒരു ചെറിയ ഗ്യാപ്പ്, യനമ ശിവ, യനമ ശിവ, ചെറിയൊരു ഇടവേള ഇട്ട് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ ഇത് ആവർത്തിക്കുക. കുറച്ച് ജപിച്ചു കഴിഞ്ഞ് പിന്നെ ജപിക്കണ്ട. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെ ആവർത്തിക്കുക. ഇങ്ങനെ 3 രീതിയിൽ ചെയ്യാം. ഈ മന്ത്രത്തിൻ്റെ രഹസ്യം, നിങ്ങൾ എന്താഗ്രഹിച്ചാലും സത്യസന്ധമായി ന്യായമായിട്ട് നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഭഗവാൻ അത് തരും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമായി സാധിക്കേണ്ട ഒരു ചെറിയ കാര്യമില്ല, ബിഗ് തിങ്, വലിയൊരു സംഭവം, വലിയൊരു കാര്യം. അതായത് എന്തു ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടി, ഒരു വീട് വേണം, ഭൂമി വേണം, നല്ല ജോലി വേണം, എവരിത്തിങ്, സൂര്യന് കീഴെ എന്തും നിങ്ങൾക്ക് ഇത് ഇന്ന് ചെയ്താൽ നാളെ കിട്ടുമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് ഭഗവാൻ ഒരു സമയമുണ്ട് നിങ്ങൾക്ക് തരേണ്ടത്, അത് ആ സമയത്ത് തരും. ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല. ആ സമയത്ത് തന്നിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ തുടങ്ങും. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പം ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശനിയാഴ്ച രാവിലെ ഭഗവാന് ഒരു പാൽപ്പായസം, ശിവഭഗവാന്, പാർവതീവിക്ക് ഒരു പിൻവിളക്ക്, ഭഗവാൻ ഒരു കൂളത്തുമാല, ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് നന്ദി പറയണം കേട്ടോ. ഇതൊന്നും എൻ്റെ വിദ്യകളല്ല, എൻ്റെ അറിവുമല്ല, ഞാൻ ആരുമല്ല, ഭഗവാനും അമ്മയാണല്ല കേട്ടോ. അവർക്ക് നന്ദിയും പറയണം. അല്ലാതെ ഇത് എൻ്റെ അറിവേ അല്ല, എനിക്കൊരു അറിവില്ല, ഒരു കഴിവുമില്ല കേട്ടോ. ഇതൊക്കെ ഭഗവാന്റെ അമ്മയുടെയാണ്.
അത് ശനിയാഴ്ചകൾ പറ്റുന്ന പോലെ ആവർത്തിക്കണം കേട്ടോ. ഇത് തപസ്സിരുന്നാൽ കിട്ടാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ എവിടൊക്കെ എന്തൊക്കെ വീഡിയോ കണ്ടാലും ആരുടെയൊക്കെ പുറകെ നടന്നാലും എത്ര ജന്മങ്ങൾ നടന്നാലും കിട്ടാത്ത മന്ത്രമായി പറഞ്ഞിരുന്നത്. ഞാൻ ഹൃദയത്തിൽ തട്ടി ഒരു കാര്യം പറയാം. എൻ്റെ വീഡിയോ കാണാത്തവരെ, അങ്ങനെ കാണാറില്ല, ചിലപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്കാർ ചെയ്ത് പോകുമ്പോൾ എന്നാ കാണാനാ അങ്ങനെ വിചാരിക്കുന്നവർ കാണുമല്ലോ. എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ബോധമുള്ളവനാണെങ്കിൽ ദുഃഖിക്കും, അയ്യോ ഞാൻ നേരത്തെ അറിയാതെ പോയല്ലോ. അങ്ങനെ എത്രയോ ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ. അല്പം ബോധമുള്ളവനാണെങ്കിൽ, അല്പം യുക്തിയും ബുദ്ധിയും ബോധമുള്ളവനാണെങ്കിൽ, സത്യസന്ധമുള്ളവനാണെങ്കിൽ, ആ ശിവന്റെ അനുഗ്രഹം ഉള്ളവനാണെങ്കിൽ അവനൊരു ദുഃഖം ഉണ്ടാകും. കാരണം ഇത് നേരത്തെ അറിയാതെ പോയല്ലോ ഈശ്വരാന്ന്. കാരണം അതുപോലുള്ള ദൈവികമായ ജ്ഞാനമായി പറയുന്നത്. അല്ല ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇത് ഒക്കെ പറയാം, ഒരുപാട് പേര് കാണുമെന്നിരിക്കും. കാരണം സത്യസന്ധമായ കാര്യങ്ങൾ അറിയാന്നുള്ളത് ഈശ്വരൻ വിചാരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ലോകത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല. നമഃ ശിവ ഈ വിദ്യ, നമഃ ശിവ. അപ്പൊ ഈ 3 രീതി ചെയ്യാം. അതിലേതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക. ഒരാൾ തന്നെ എല്ലാ രീതിയും ചെയ്യാനല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന 3 രീതിയിൽ ഒരു രീതി ചെയ്യുക. അതുപോലെ ഞാൻ ഈ വീഡിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും അവനവനെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. അല്ല നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെടും, ആവശ്യമുള്ളപ്പെടുത്ത് പ്രയോഗിക്കുക. അതിനുവേണ്ടി അല്ല ഒരാൾ തന്നെ എല്ലാം ചെയ്യാനല്ലേ എൻ്റെ വീഡിയോയിൽ എല്ലാ കാര്യം പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, പല ആളുകളാണ് കാണുന്നത്, പലർക്കും പലതാണ് പറ്റുന്നത്, പല സമയത്താണ് ഇത് ആവശ്യം വരുന്നത്. അപ്പം നിങ്ങളിത് എഴുതി വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പെടുത്ത് പ്രയോഗിക്കാം. അതിനുവേണ്ടി പറയുന്നല്ല ഒരാൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് ഒന്നുമല്ല ദിവസം ഈ വീഡിയോ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പ്രയോഗിക്കാം, നിങ്ങൾക്ക് പറ്റുന്ന ചെയ്യുക. പലർക്കും പലതാണ് പറ്റുന്നത് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഈ ഒരു മന്ത്രത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ പിതൃദോഷങ്ങൾ മാറിക്കിട്ടും. പിതൃദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിതൃദോഷമാണ് നമുക്ക് പിതൃദോഷം കൊണ്ടുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ പിതൃദോഷം ഉണ്ടായാൽ കുടുംബത്തിൽ നിരന്തരം വഴക്ക്, കലഹം, വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്നൊരു ചെല്ലുണ്ടല്ലോ, അതുപോലെ എന്ത് പറഞ്ഞാലും അങ്ങ് വഴക്കാം, എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകെ വഴക്കായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഈ എന്ത് കേട്ടാലും അതേ കയറി പിടിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരു നിരന്തരം വഴക്ക് വീടുകളിൽ. അതുപോലെ മനഃശാന്തി, മനസ്സിനൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ പിതൃദോഷം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്നുകിൽ വിവാഹ തടസ്സം ഉണ്ടാകുക, അല്ലെങ്കിൽ വിവാഹം താമസിക്കുക, വിട്ടുമാറാത്ത രോഗദുരിതങ്ങൾ, ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എപ്പോഴും അസുഖത്തിന് എപ്പോഴും ഡോക്ടറെ കാണാൻ ട്രീറ്റ്മെന്റ് ചെയ്യണം കേട്ടോ. അതാ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ജ്യോതിഷനോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഡോക്ടറെ കാണണം, ട്രീറ്റ്മെന്റ് എടുക്കണം. ഒരു ഡോക്ടറെ കണ്ട് കുറവില്ല, വേറെ ഡോക്ടറെ കാണണം. പിന്നെ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള നല്ല പ്രാർത്ഥനകളാണ് ഞാൻ പറയാറുള്ളൂ. അപ്പം ദുരിതങ്ങളെ, രോഗദുരിതങ്ങളെ, സർവ്വ ദുരിതങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം നല്ലൊരു ഡോക്ടറെ കാണാൻ പറ്റുന്നത് ഈശ്വരാധീനമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മുന്നിൽ നല്ലൊരു വഴി തെളിയുന്നത് ഈശ്വരാധീനമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഒരിക്കലും മാറുന്നില്ല. ഇതൊക്കെ പിതൃദോഷം കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. ചിലർക്ക് ജോലിയിൽ നിന്ന് വലിയ ഉയർച്ചയില്ല, ജോലി ഉണ്ടെങ്കിലും കടം കയറുക, ചിലർക്ക് ബിസിനസ് തകരുക, ഇതൊക്കെ പിതൃദോഷങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് മക്കളുണ്ട്, നേരെ ഇങ്ങോട്ട് വിളിച്ചാൽ നേരെ ഓപ്പോസിറ്റേ പോകത്തുള്ളൂ. മക്കളെ കൊണ്ട് പ്രശ്നങ്ങളുള്ള എത്രയോ ആളുകളുണ്ടെന്നറിയോ. ചിലരുടെ ഭാര്യയാണ് വേറൊരു വഴി പോവും, ഭർത്താവ് വേറൊരു വഴി പോവും. ഇങ്ങനെയൊക്കെ തകരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അല്ലെ മക്കൾ വേറൊരു വഴി പോവും. ഇതെല്ലാം ഈ ഒരു പിതൃദോഷം കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളുമാണ്. അത് മനസ്സിലാകണമെങ്കിൽ പിതൃപ്രീതി വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേ പിതൃപ്രീതി വരാൻ വേണ്ടി ഈ മന്ത്രം ഏറ്റവും നല്ലതാണ്. കടങ്ങൾ മാറാൻ ഏറ്റവും നല്ലതാണ്. ശത്രുദോഷങ്ങൾ എന്താണെങ്കിലും ഭഗവാൻ മാറ്റിത്തരും. ഭഗവാന്റെ മുന്നേ എന്നെ ശത്രുദോഷമാണ് ഒന്നുമില്ല. ഒരു കുന്തമില്ല, ഒരു ചുക്കുമില്ല. ഭഗവാന്റെ മുന്നേ ഒരു ശത്രുദോഷവും ഇല്ല. ആര് വേണേലും എന്താ വേണം ചെയ്തോട്ടെന്നേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില അനുഭവം പറയാം. അപ്പം നമ്മൾ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾക്കെതിരെ ചിലപ്പോൾ ചില ആളുകൾ വല്ലതും പറയുകയും ചെയ്യും. അവർക്കെല്ലാം അതിൻ്റെതായ ഓരോരോ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഭഗവാനെ സമർപ്പിക്കുക. നമ്മളെ പറയാന്ന് വെച്ചാൽ ഭഗവാനെ പറയാന്നതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ മനസ്സിൽ ഒന്നുമില്ല. ഭഗവാൻ നോക്കിക്കോളൂന്നേ. ഒരു ശത്രുദോഷവും ഉണ്ടാകത്തില്ല. ഒരു ശത്രുദോഷവും ഭഗവാന്റെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ 2 രീതി വരാം. ഒന്ന്, ചില ആളുകളല്ലേ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ തന്നെ ചിന്തകളും നമുക്ക് തന്നെ ശത്രുവായിട്ട് വരും. പിന്നെ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ അദൃശ്യമായി പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തികളുണ്ട്. ഇപ്പം നല്ല ശക്തികളെ പോലെ തന്നെ ദുഷ്ടശക്തികൾ ഈ പ്രപഞ്ചത്തിൽ അദൃശ്യമായിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ചില ദുർമൂർത്തികൾ,
ചില ദുർമൂർത്തികളെ, ചില നെഗറ്റീവ് എനർജികളെ, ചില ദുരാത്മാക്കളെ, ഇങ്ങനെയൊക്കെ ഉള്ള ഈ പ്രപഞ്ചത്തിലുണ്ട്. നല്ലതുണ്ട്, ചീത്തയുണ്ട് കേട്ടോ. അപ്പം അതിനെല്ലാം നമുക്കതിന് കാണാൻ പറ്റത്തില്ല. അതിനെല്ലാം ഈ ഒരു മന്ത്രം കൊണ്ട് നിഷ്ഫലമാക്കി കളയും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചില വീടുകളിൽ താമസിച്ച സമാധാനം കാണത്തില്ല. ഇന്ന് വീട് വിറ്റുപോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അധ്വാനിച്ച് സന്തോഷത്തോടെ ജീവിക്കുക ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല അങ്ങനെ വീട് വിൽക്കണമെന്ന്, ഒരു ഭൂമി വിൽക്കണമെന്ന്. എന്നുള്ള വഴിപാടുകൾ പറഞ്ഞു കൊടുക്കും. ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം ചെയ്യുക. പിന്നെ നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു വീട് വിൽക്കാതൊരു മാർഗ്ഗമില്ല. മക്കളെ കെട്ടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ളവർക്ക് വീട് വിൽക്കാനാണ് അതിനുള്ള കാര്യം, നല്ല കാര്യം പറഞ്ഞു കൊടുക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഇന്നത്തെ കാലത്ത് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ SIP എന്നൊക്കെ പറയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്, SIP, മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ചെയ്താൽ മതി. നല്ല നല്ല ഫണ്ടുകളിൽ മാസം 1000 രൂപ ഇട്ടാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ അതൊരു വലിയൊരു തുകയായിട്ട് വരും. അതുകൊണ്ട് മക്കളെ കെട്ടിക്കുകയോ അല്ലെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ ഒക്കെ പറ്റും. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ അത് ചെയ്യുന്നുണ്ട്. പണ്ടുള്ള ആളുകൾക്കൊന്നും ഒന്നും അറിയത്തില്ല എന്നാണ്, ഇതുപോലുള്ള വിപുലമായ കാര്യങ്ങളും ഇല്ലായിരുന്നു. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഇന്ന് സാധ്യതകളുണ്ട്. അല്ലാതെ ഉടനെ സ്ഥലം വിൽക്കുക അല്ല ചെയ്യേണ്ടത്. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് ആ കുട്ടിയുടെ പേരിൽ ഒരു SIP മാസം 1000 രൂപയുടെ ചേരുക. അത് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കതിപ്പം പല ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പല നല്ല ഏജൻസികളുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതിയെന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫണ്ട് തിരഞ്ഞെടുത്താൽ മതി. ലോങ് ടൈമിലേക്ക് ആടുമ്പോൾ അത് ലാഭമേ വരത്തുള്ളൂ. ഒരു 5 വർഷത്തെ കണക്കൊന്നും കാണത്തില്ല. 5 വർഷത്തിന് മേൽ തൊട്ട് ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ തുടങ്ങും. 10, 15, 17 വർഷമൊക്കെ ആകുമ്പോൾ ഇത് വളരെ നല്ലൊരു തുക കിട്ടും. ഒരു മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനോ ഒക്കെ അന്ന് ഇതൊക്കെ ധാരാളം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ പലപ്പോഴും പറയാറുണ്ട്. പിന്നെ ഒരു മെഡിക്ലെയിം വേണം. ഒരു മെഡിക്ലെയിം വർഷത്തിൽ ഒരു 4000 രൂപ 5000 രൂപ കവറേജ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6000 7000 കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം മുതൽ 4 ലക്ഷം അങ്ങനെ പല കവറേജ് ഉണ്ട്. നമുക്ക് മനുഷ്യനല്ലേ എപ്പോഴാണ് ഒരു അസുഖ പ്രശ്നങ്ങളോ വരുന്നത് പറയാൻ പറ്റുമോ? ഒന്നും വീടങ്ങ് വിൽക്കുക അല്ല ചെയ്യേണ്ടത്. പണ്ടുള്ള ആളുകൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പണ്ടുള്ള കാലം മാറിയത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് അവരുടെ കുഴപ്പമാണ്, കാലത്തിൻ്റെ കുഴപ്പമല്ല. അപ്പം ഒരു മെഡിക്ലെയിം ആവശ്യമാണ്. ഫാമിലി ഫുൾ കവറേജ് ഉള്ളതെന്ന് ചെയ്യണം. വർഷത്തിൽ 1 വീതം. അതിൻ്റെ നഷ്ടമായിട്ട് കണക്ക് കൂട്ടണ്ട. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നു, ഒരു ഓപ്പറേഷൻ വന്നു, നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ മെഡിക്ലെയിം എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്താൽ മതി. ഇതെല്ലാം ഞാൻ പറയുന്നതേ ഉള്ളൂ. അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നത് തന്നെ ഈശ്വരാധീനമാണ്. അല്ലാതെ ഒരു രോഗം വന്നു, ഒരു ഓപ്പറേഷൻ വന്നു പറഞ്ഞാൽ വീട് വിൽക്കുക, മക്കളെ കെട്ടിക്കാൻ വന്നു പറഞ്ഞാൽ വീട് വിൽക്കുക. മക്കൾ ഉണ്ടാകുമ്പോഴേ അറിയാമല്ലോ, അവർ പ്രായമാകും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതിനൊരു തുകയാകും, അവരെ കെട്ടിക്കുന്നതിന് പൈസയാകും, ഇതൊക്കെ അറിയാമല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതം നടക്കുന്ന കാര്യമല്ലല്ലോ. അന്ന് മുതലേ നമ്മൾ അതിനുവേണ്ടി ഒരു ചുവട് വെച്ചാൽ ഈ കൂടുതൽ ആളുകൾ ഈ വീടും സ്ഥലവും വിൽക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ആർക്കും ഒരു വീട് വിറ്റ് ഒരു പെരുവഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് വെച്ച് പറഞ്ഞു തരുന്നത് കേട്ടോ. ഒരു അത്യാവശ്യം കാര്യത്തിന് വീട് വിൽക്കുന്നവരുണ്ട്. വേറെ നിവൃത്തിയില്ല, അത് വിൽക്കുന്നതിൽ തെറ്റില്ല. വിറ്റ് കടം വീട്ടിട്ട് ചെറിയൊരു വീട് സ്ഥലവും വാങ്ങുന്നതിൽ തെറ്റില്ല. ഒരു അത്യാവശ്യം പല ആവശ്യങ്ങളാണല്ലോ. പിന്നെ ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദൈവാധീനം. ഞാൻ ഇന്നലെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ശിവനെ ധ്യാനിച്ചു ലയിച്ച്, ഞാൻ ചെയ്യുന്ന ശിവവിദ്യ ഞാൻ ചെയ്ത് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ വെളിയിലോട്ടിറങ്ങി ഞാൻ മേളിൽ നിന്ന് നോക്കിയപ്പം താഴെ ഒരു മനുഷ്യൻ ക്രോസ് ചെയ്യുന്നതിൻ്റെ റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ എന്തോ ആലോചിച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കും. എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചിനി എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഓഫീസിലോട്ട് തിരിച്ച് കയറി ഇവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ റൂമിലേക്ക് കയറി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എനിക്കറിയാവുന്ന ആളാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം വീഡിയോ കാണുന്ന ആളുമാണ്. അദ്ദേഹം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേഷനായി പോകേണ്ട മനുഷ്യനാണ്, പക്ഷെ എനിക്ക് ഇവിടെ എത്തിയപ്പം ഇങ്ങോട്ട് കയറാൻ തോന്നി, അതുകൊണ്ട് കയറിയതാണ്. അപ്പോൾ എന്നിട്ട് കയറിയിട്ട് എനിക്ക് തേവരുനട ശിവക്ഷേത്രത്തിലെ സപ്താഹത്തിന് നോട്ടീസ്, ശിവന്റെ ക്ഷേത്രത്തിലെ സപ്താഹത്തിന് നോട്ടീസ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പൈസ എങ്ങനെ? അവിടെ വന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരെയാണോ ധ്യാനിച്ചിരുന്നത്, ഞാൻ ഏത് ശിവനിലാണോ ലയിച്ചിരുന്നത്, ആ ഭഗവാൻ ഭഗവാന്റെ ഒരു സാന്നിധ്യമുള്ളൊരു കാര്യം ഉടനെ നടന്നു. അവിടെ ആ തേവരുനട ശിവക്ഷേത്രത്തിലെ രസീതാണ്. ഉടനെ ആ ശബ്ദാതിൻ്റെ ഇതാണ് ആ നോട്ടീസാണ് എനിക്ക് അപ്പം കിട്ടിയത്. അപ്പം എനിക്ക് ആ ഭഗവാന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. ഞാൻ ആരെയാണോ ആ ശൂന്യതയെ ധ്യാനിച്ചിരുന്നത്, ആ ശിവൻ തന്നെ. അപ്പം ഞാൻ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പുത്തൻകാവിൽ പോകുന്നവര് പുത്തൻകാവിൽ തൊഴുതിട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. തേവര നടയിൽ കൂടെ പോയി തൊഴണം. ശിവനെ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് അനുഭവം ഉണ്ട്. മാത്രമല്ല, ഞാനൊരു യോഗവിദ്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ഒരു രഹസ്യ വിദ്യയും കൂടെ ഈ വന്ന മനുഷ്യൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു കോഡും കൂടെ കിട്ടി. അത് അദ്ദേഹത്തിന് അറിയത്തില്ല, എനിക്കത് മനസ്സിലായി. ശിവൻ എന്നോട് പറയുന്ന ഒരു കോഡ്, നീ ഈ വിദ്യ ഇങ്ങനെ ചെയ്താൽ ഫലമാകുമെന്ന്. അദ്ദേഹം വേറെ ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, അതിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് എൻ്റെ യോഗവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ സംഭവമാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ചെയ്താൽ അത് ഫലമാകും എന്നൊരു രഹസ്യ അറിവാണ് എനിക്ക് കിട്ടിയത്. ശിവൻ തന്നെ തന്ന അറിവ്, അദ്ദേഹത്തിലൂടെ ശിവൻ പ്രവർത്തിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും അറിയത്തില്ല, അദ്ദേഹം പറഞ്ഞു തന്ന വേറൊരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. അപ്പം അത് ഞാൻ ചെയ്ത യോഗവിദ്യയിൽ എനിക്ക് ആ യോഗവിദ്യ വശമാകാൻ വേണ്ടി ഭഗവാൻ അതിൻ്റെ അകത്തൊരു അറിവ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, തേവരനട അമ്പലത്തിൽ ആ ഒരു പ്രത്യേക ഒരു അനുഭവം എനിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം വലിയ ഒരു ചിട്ടിയുടെ ഒരു അനുഭവം തേവരനട നെയ്വിളക്ക് തെളിയിച്ചപ്പോൾ അന്ന് തന്നെ എനിക്ക് ആ ചിട്ടി എനിക്ക് കിട്ടി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. അപ്പം അവിടെ ഭഗവാന് കൂവളത്തുമാലയോ പാൽപ്പായസോ പിന്നെ പാർവ്വതീദേവിക്ക് പിൻവിളക്കോ ഒക്കെ ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും കൂവളത്ത് മാല, നെയ്യ് ഇതൊക്കെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പിന്നെ അവിടെ ഭസ്മം വെച്ചിട്ടുണ്ട്, ആ ഭസ്മം തൊടുകയും ചെയ്യും. അത് ഭഗവാൻ ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയുന്നത് വെറുതെ പറയത്തില്ല എന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഭഗവാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ സമയ സാഹചര്യം പോലെ ഇതൊക്കെ പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പം ഞാനിന്ന് പറഞ്ഞു തന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല എന്ന് കരുതി ഇരിക്കരുത് ആരും. കാരണം ഇത് അങ്ങനത്തെ കാര്യമാണ്. ഇത് കാണുന്നവർ ഭാഗ്യമുള്ളവരാണ്, ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമ ശിവായ. ശിവോഹം. ശിവശിവ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.